നല്ല നിലക്ക് പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ എതിരിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരുത്തരാണ് ഈ കാര്യം പടച്ചു വിടുന്നത്, അത് ഏറ്റെടുത്തുകൊണ്ട് അതാണല്ലോ, അത് തെറ്റല്ലേ. ഏതെങ്കിലും എഴുത്തതിന് എന്തെങ്കിലും ഒരു തോന്നിയാൽ ഇപ്പൊ 2 ദിവസം മുമ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിനെപ്പറ്റി. എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? പച്ചക്കള്ളം. മോഡി വളരെയധികം പ്രഗത്ഭനാണ്, മഹാനാണെന്നൊക്കെ ഞാൻ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇതിനെപ്പറ്റി ആരോ എടുത്തുണ്ടാക്കിക്കാണ്. എനിക്കത് ആരോ ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയാം. അതിനുവേണ്ടി കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാൻ നമ്മളെ അടുത്ത് വക്കീലന്മാരൊക്കെ ഉണ്ട്. അവനെ പിടിക്കാർക്ക് കഴിയും. ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഏതോ ഒരു ഏഷ്യാനെറ്റ് പോലത്തെ അതൊരു ചാനലിൽ വന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് പൊള്ളാണെന്ന്, അവരെന്താക്കിയതായിന്ന്. പിന്നെ രണ്ടാമത് അവര് അത് എടുത്തു കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ. എനിക്കിപ്പോ അതുകൊണ്ടൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ, ഏതായാലും മോദിന്റെ അടുത്ത് ഈ വർത്താനം എത്തുമ്പോൾ അയാൾ മനസ്സിലാക്കുള്ളൂ തങ്ങൾ ഇതിനെ പറ്റി മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് അവിടെ ഞാനിപ്പോ 2-3 പ്രാവശ്യം മൂപ്പരത്ത് പോകാൻ ചില ചാൻസുകളൊക്കെ ഉണ്ടായി, നിങ്ങളറിയാം. പിന്നെ നമ്മളെ ഈ പൗരത്തല്ല, നമ്മുടെ മറ്റേ ഏക സിവിൽ കോഡ്, എന്നോട് പല ആളുകളും BJP-യുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞു നിങ്ങൾ വരണം, നിങ്ങൾ ഈ നേതൃത്വം ഉണ്ടായിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ എന്താ. ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനിപ്പോ അത്ര ദൂരത്തേക്കൊന്ന് പോകും, എനിക്ക് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞു പോയിക്കുന്നത്. നമ്മളെ സമസ്തന്റെ ആളുകൾ ഉസ്താദന്മാരെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അത് പറ്റൂല, നിങ്ങളും വരണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയിക്കാണെങ്കിൽ പിറ്റേത് നമ്മൾ ആ പാർട്ടിക്കാരനായി എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ഒരാളോട് ചിരിച്ചാലോ, നമുക്കിവിടെ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞത് ദീനിന്റെ സംഘടന. നമുക്ക് ഭരണം നടത്തുന്ന ആളുകളോട് ചിലപ്പോൾ നമുക്ക് അവരോട് പിന്നെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലൊക്കെ നിൽക്കേണ്ടി വരും. അത് പ്രതിപക്ഷത്തിനോടും നമുക്ക് സൗഹാർദ്ദത്തിലും സ്നേഹത്തിലൊക്കെ നിൽക്കേണ്ടി വരും. നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മളെ സമ്മേളനം അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലുള്ളതായ നമ്മളെ ക്യാമ്പുകൾ, ഇതിനൊക്കെ ഇവിടുന്ന് ഭൗതികമായും കൊണ്ട് മറ്റുള്ള നിയമപാലകരിൽ നിന്നിട്ടോ ഭരണകർത്താക്കളിൽ നിന്നിട്ടോ സാധിപ്പിച്ചെടുക്കേണ്ട ചില സംഗതികൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതൊരു വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിന്റെ ആശയാദർശങ്ങൾ അത് എങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്തിലേക്ക് എങ്ങനെയാണോ ലഭിക്കപ്പെട്ടിട്ടുള്ളത് ആ സ്വഭാവത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കപ്പെടണം. അതിന്റെ ഏതെങ്കിലും ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു നിലക്കുള്ള ഒരു മാറ്റത്തിരുത്തലുകൾക്ക് അത് വിധേയമാക്കപ്പെടാൻ പാടുള്ളതല്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നമ്മൾ ഈ ഭാവനം ചെയ്യണ ഈ സംവിധാനം എന്നുള്ളത്.